1.5 ഗ്ലാസ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് പുട്ടുണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് പാകമാക്കി എടുക്കാം. അപ്പോൾ ഞാൻ പാകമാക്കുന്നത് കാണാം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ആദ്യം തന്നെ ഉപ്പിട്ടത് ഇരിക്കാണ്ട് ഇളക്കിയെടുക്കാം. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് പാകമാക്കിയെടുക്കാം. ഇതിപ്പോൾ വറുത്ത പൊടിയാണ്, നമ്മൾ വാങ്ങിക്കുന്ന പുട്ടുപൊടിയാണ്. അപ്പോൾ അതിലിത്തിരി വെള്ളം കൂടുതൽ. വീട്ടിൽ പൊടിക്കുന്ന പൊടിക്ക് ഇത്രയധികം വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല. ഇതിപ്പോൾ വറുത്ത് ഒരു വല്ലാണ്ട് വറുത്തുള്ള പൊടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ പൊടിയേക്കാളും കുറച്ചും കൂടി വെള്ളം ആവശ്യം വരും. നമ്മൾ പിടിക്കുമ്പോൾ ഇങ്ങനെയാവണം. ഇതിങ്ങനെ പൊടിയും വേണം. അതാണ് അതിൻ്റെ പാകം. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. വെള്ളമായി വരുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. നാളികേരം എടുത്തിട്ടുണ്ട്, അതിവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് വെള്ളം പാകമായി വരുന്നു. ഇപ്പോൾ വെള്ളമായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആദ്യത്തിന് നാളികേരം ഇടാം. പിന്നെ കുറച്ച് നാളികേരം ഇടാം. പിന്നെ പൊടിയിടാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണിത്. പുട്ടും ചെറുപയർ കറിയും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.